വളരെ ആഗ്രഹിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിറന്ന ആൺകുട്ടി. ആ പൈതലിന് പ്രവാചകൻ ഇബ്രാഹിം എന്ന പേര് നൽകി. ആ കുഞ്ഞിനെ പ്രവാചകൻ എടുത്തുകൊണ്ട് നടക്കുകയും ലാളിക്കുകയും ചുംബിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ആ കുഞ്ഞു കണ്ണുകളിൽ ഒരു കണ്ണുനീർ പൊടിഞ്ഞാൽ പ്രവാചകന്റെ മനസ്സിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമായിരുന്നു. ആ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നാൽ ആ പിതാവിന്റെ മനസ്സിൽ 1000 വർണ്ണങ്ങൾ വിടരുമായിരുന്നു. അങ്ങനെ ലാളിച്ചു വളർത്തിയ പൈതൽ 1.5 വയസ്സായപ്പോൾ മരിക്കുന്നു. ഏതൊരു പിതാവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വേദനിച്ചു. ആ കുഞ്ഞ് ശരീരം കൈകളിൽ എടുത്തുകൊണ്ട് പ്രവാചകൻ തേങ്ങി. ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. എന്റെ കണ്ണുകൾ നിറയുകയാണ്, കരൾ തേങ്ങുകയാണ്. എങ്കിലും എന്റെ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കുപോലും ചുണ്ടുകളിൽ നിന്നും ഉയരുകയില്ല. ഈ സന്ദർഭത്തിൽ ഒരു വാർത്ത പ്രവാചകന്റെ കാതുകളിലെത്തുന്നു. യാദർശികമായി അന്നുണ്ടായ ഒരു ഗ്രഹണം ദർശിച്ച പലരും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചതിനാലാണ് ഗ്രഹണം സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ മുഹമ്മദിന് അമാനുഷികമായ ദൈവിക കഴിവുകളുണ്ട്. ഈ വാർത്ത കേട്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകന്റെ വേർപാടിലുള്ള തീവ്രമായ ദുഃഖം മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഓടിച്ചെന്നിട്ട്, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്, ആരുടെയോ ജനനമോ മരണമോ ആയി ബന്ധപ്പെട്ട് അവയ്ക്കൊന്നും ഗ്രഹണം ബാധിക്കില്ല എന്നവരെ ബോധവൽക്കരിച്ചു. എന്തുകൊണ്ടാണ് മകന്റെ വേർപാടുണ്ടാക്കിയ തീവ്രമായ നൊമ്പരം മനസ്സിൽ ഒതുക്കി അപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഈ സത്യം പ്രവാചകൻ ബോധ്യപ്പെടുത്തി കൊടുത്തത്? എന്തുകൊണ്ടാണ് അന്ത്യശ്വാസം വലിക്കുന്ന സമയത്തും അസഹ്യമായ വേദന ഗൗനിക്കാതെ, അള്ളാഹുവെ, ഈസാ നബിയെ ക്രിസ്ത്യാനികൾ ദൈവവും ദൈവപുത്രനുമാക്കിയതുപോലെ തന്നെ മുസ്ലിങ്ങൾ അങ്ങനെ ആക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചത്? എന്തുകൊണ്ടാണ് ഫാത്തിമത്തു ഖിത്അത്തു കബദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറയാറുള്ള പ്രവാചകൻ, യാ ഫാത്തിമത ബിന്ത മുഹമ്മദിൻ അൻഖിദി നഫ്സകി മിനൻ നാരി, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, നരകത്തിൽ നിന്നും നിന്റെ ശരീരത്തെ നീ തന്നെ കാത്തുകൊള്ളുക എന്ന് പൊന്നുമകൾ ഫാത്തിമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്തുകൊണ്ടാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മൊത്തം മനുഷ്യ സമൂഹത്തിലേക്കും ഒരു കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ലെന്നും, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മൊത്തം മനുഷ്യ സമൂഹത്തിലേക്കായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ലെന്നും, മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്നും, ഖാത്തമൻ നബിയീൻ, പ്രവാചകരുടെ മുദ്രയെന്നുമെല്ലാം അള്ളാഹുവിനാൽ വിശേഷിപ്പിക്കപ്പെട്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയും, എന്തുകൊണ്ടാണ് ഖലീലുള്ളാഹ്, അള്ളാഹുവിന്റെ കൂട്ടുകാരനെന്നും, ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണെന്നുമെല്ലാം അള്ളാഹുവിനാൽ വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേണ്ടിയും, എന്തുകൊണ്ടാണ് കലീമുല്ലാഹ്, അള്ളാഹുവിന്റെ ശബ്ദം കേൾക്കുകയും അള്ളാഹുവിന്റെ അനുമതിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത മൂസാ നബി അലൈഹിസ്സലാമിന് വേണ്ടിയും, എന്തുകൊണ്ടാണ് റൂഹുല്ലാഹ്, അള്ളാഹുവിന്റെ ആത്മാവെന്നും, കലിമത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വചനമെന്നും വിശേഷിപ്പിക്കപ്പെടുക മാത്രമല്ല, ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അന്ധന് കാഴ്ച നൽകിയ, ബധിരന് കേൾവിശക്തി നൽകിയ ഈസാ നബി അലൈഹിസ്സലാമിന് വേണ്ടിയും മറ്റു പ്രവാചകർക്ക് വേണ്ടിയുമെല്ലാം കുറ്റങ്ങളും കുറവുകളുമുള്ള സാധാരണക്കാരായ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് പ്രവാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നന്മയും അവരോട് പ്രാർത്ഥിക്കുന്നത് തിന്മയുമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ നൂഹ്, ലൂത്ത്, ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ്, അയ്യൂബ്, സക്രിയ, മൂസ, ഈസ അലൈഹിമുസ്സലാം മുതലായ എല്ലാ പ്രവാചകരും, അതുപോലെ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ളവരും അല്ലാത്തവരുമായ പ്രവാചകന്മാരെല്ലാം തന്നെ അള്ളാഹുവിനോടല്ലാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് പ്രവാചകരാരും തന്നെ ഖബറാരാധന നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ് ദൈവദൂതന്മാരാരും തന്നെ മരിച്ചവരോട് പ്രാർത്ഥിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അവരാരും തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് അമാനുഷികത കൽപ്പിക്കാതിരുന്നത്? എന്തുകൊണ്ടെന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമേയുള്ളൂ. ഏകനായ സ്രഷ്ടാവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും, സ്രഷ്ടാവിനോടല്ലാതെ ആരോടും ദൈവിക സഹായം തേടരുതെന്നും, അള്ളാഹുവും അവന്റെ ദാസനുമിടയിൽ ഇടനിലക്കാരില്ല എന്നെല്ലാമാണ് അവർ മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടതും.